അടുത്തത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എക്സാം ആണ്. അപ്പൊ ബിസിനസ് സ്റ്റഡീസിൽ എന്ത് വില കൊടുത്തിട്ടും നമ്മൾ ഫുൾ മാർക്സ് തന്നെ, അതായത് മാക്സിമം പോസിബിൾ മാർക്സ് തന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നതാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിങ് ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള വീഡിയോസും ഷോർട്സും ലൈവ് സെഷൻസും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതാണ്. അപ്പൊ എല്ലാവരും ഡു ഫോളോ ദ ചാനൽ. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത്, കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളെ പ്രിപ്പറേഷൻസിൽ മക്കൾ ഈ ഓരോ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നിട്ടുള്ള ഈ ഓരോ ടോപ്പിക്സും എന്ത് ചെയ്യുക, പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് നല്ല പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം 48 മാർക്സോളം നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എല്ലാ ചാപ്റ്റേഴ്സും ഈക്വൽ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇതാണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നോക്കുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ ഡിഫറൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഒരു ടേബിൾ വൈസിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും, അത് ആൻസർ പേപ്പറിൽ വരയ്ക്കുമ്പോൾ കാണുന്ന ടീച്ചേഴ്സിന് ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ബിസിനസ് സർവീസസ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഒരു ടേബിൾ ആർ ഫോമിലൊക്കെ നിങ്ങൾക്ക് അതിനെ ഒന്ന് ഒരു ഡയഗ്രാം ആയിട്ടൊക്കെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ആൻസറിന്റെ കൂടെ തന്നെ നിങ്ങൾ ബാക്കി പോയിന്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ ആഡ് ഓൺ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസും വെരി 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 ഇമ്പോർട്ടന്റ്. ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ്. അതിൽ നിന്ന് പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് സ്ഥിരമാണ് കേട്ടോ. ഇൻകോർപ്പറേഷന് സബ്സ്ക്രിപ്ഷൻ ഓഫ് എ ക്യാപിറ്റൽ, അതെന്താണെന്ന് പഠിച്ചു വെക്കുക. ബിസിനസ് കമ്മൻസ്മെന്റിന്റെ സ്റ്റെപ്സ് ഇല്ലേ, അതെന്താണെന്ന് നോക്കണം. ആൻഡ് ഓൾസോ ഡോക്യുമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ, നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും, അതും ഏറ്റവും ബെസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടേബിൾ ഫോമിൽ നിങ്ങൾ പഠിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ആൻഡ് ഓൾസോ നമ്മുടെ കൺസെന്റ് ഓഫ് ഡയറക്ടേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ട് ഒരു ധാരണ നിങ്ങൾ കൃത്യമായിട്ട് വരുത്തി വെക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സോഴ്സസ് ഓഫ് ഫണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അത്യാവശ്യം പഠിക്കാനുണ്ട്, പക്ഷെ അത് പഠിച്ചാൽ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചു എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ടിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്. ആൻഡ് ഓൾസോ വൈ കമ്പനീസ് പ്രിഫർ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് നമ്മുടെ ഇന്റേണൽ ട്രേഡ് ആണ്. ഇന്റേണൽ ട്രേഡിലേക്ക് നോക്കുമ്പോൾ ഇന്റേണൽ ട്രേഡിൽ നിന്ന് ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്, അതായത് മെയിൻലി ഹോൾസെയിലേഴ്സ് ടു റീറ്റെയിലേഴ്സ് ടു മാനുഫാക്ചേഴ്സ്, ഇവർ തമ്മിലുള്ള സർവീസസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ഷുവർ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കും. പിന്നെ നമ്മുടെ ഇറ്റിനറന്റ് ട്രേഡേഴ്സ്, അവരുടെ ആ ഒരു പല വിഭാഗം എന്താണെന്ന് നോക്കി വെക്കുക. ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സ്, സ്മോൾ ആൻഡ് ലാർജ് ഉണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഹെഡിങ് നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, ചെയിൻ സ്റ്റോർസ്, ഇതിനെ കുറിച്ചുകൂടെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെ റിവിഷൻസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സും ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സും നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ എന്തായാലും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മക്കളെ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അപ്പൊ ആ സ്റ്റെപ്പിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ CUT പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പൊ നമ്മളെ ബാച്ച് അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോവാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വെറും 5,999 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പ്ലസ് ടുവിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ്സസിലുള്ള ബാക്കി സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കി നമ്മളെ കൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ കൂടെ അടിപൊളിയായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലും ഞങ്ങൾ നല്ല കട്ട സപ്പോർട്ടായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ തന്നെ തുടങ്ങും, നേരത്തെ തന്നെ പഠിച്ച് സെറ്റ് ആവും. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ എക്സാമിന്റെ സമയത്തും അല്ലാത്തപ്പോൾ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഓൾസോ ഡു share to maximum friends. Okay then, bye.